നമസ്കാരം. കോൺഗ്രസിന് താക്കീതുമായി ഒടുവിൽ ശശി തരൂർ എം.പി. തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് ഇങ്ങോട്ട് വേലയിറക്കാൻ നിൽക്കണ്ട എന്നാണ് തരൂരിൻ്റെ നിലപാട്. അതായത് കളിച്ചാൽ കളി പഠിപ്പിക്കും എന്നു തന്നെ. ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചു എന്നു കരുതി തൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തേക്ക് ആർക്കും അടിയറവ് വെച്ചിട്ടില്ല. എന്തായാലും തരൂരിനെ ഭരിക്കാൻ ഇറങ്ങിത്തിരിച്ച കോൺഗ്രസിലെ പുഴുക്കുത്തുകൾ ഒന്ന് കരുതിയിരിക്കുക. കോൺഗ്രസിന് വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന മുന്നറിയിപ്പോടെയാണ് തരൂർ ഇത്തവണ രംഗത്തെത്തിയിരിക്കുന്നത്. കേരളത്തിലെ പാർട്ടിക്ക് നേതൃപ്രതിസന്ധിയുണ്ട്. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും തിരിച്ചടി നേരിടും. അക്കാര്യത്തിൽ സംശയം വേണ്ട. തന്റെ കഴിവുകൾ പാർട്ടി വിനിയോഗിക്കണമെന്നും തരൂർ പറയുന്നു. പാർട്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാകും. ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് വേറെ വഴിയില്ലെന്ന് നിങ്ങൾ കരുതരുത്. എൻ്റെ പുസ്തകങ്ങൾ, പ്രസംഗങ്ങൾ, അങ്ങനെ ആ വഴിക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് ഒരു പ്രസംഗം നടത്താൻ ലോകമെമ്പാടുമുള്ള ക്ഷണങ്ങളും എനിക്കുണ്ടെന്നും തരൂർ പറയുന്നു. എന്തായാലും ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് BJPയിലുള്ള പ്രവേശനം തന്നെയാണ്. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തൃപ്തിയില്ലെന്നാണ് ശശി തരൂരിന്റെ പുതിയ പരാമർശങ്ങൾ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് തരൂരിൻ്റെ എന്നാണ് അഭിമുഖ പരാമർശങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. എന്നാൽ താൻ അധികാരങ്ങൾക്ക് പിന്നെ പോകാനല്ല, വ്യക്തിപരമായ രാഷ്ട്രീയത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. കോൺഗ്രസിനെ എതിർക്കുന്നവർ പോലും തിരുവനന്തപുരത്ത് തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്നും തരൂർ വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ സംസാരവും പെരുമാറ്റവുമെല്ലാം തിരുവനന്തപുരത്തുകാർക്ക് ഇഷ്ടമാണ്. ആ രീതിയിലുള്ള ഇടപെടലാണ് 2026 പാർട്ടിക്ക് ആവശ്യമെന്നും അദ്ദേഹം പറയുന്നു. താൻ നേതൃപദവിയിലേക്ക് അനുയോജ്യനാണെന്ന് പല ഏജൻസികളും നടത്തിയ സർവേകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് എൻ്റെ കഴിവ് പാർട്ടി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ പാർട്ടിക്കൊപ്പം ഞാനുണ്ടാകും. ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പുസ്തകം എഴുതാനും പ്രഭാഷണങ്ങൾ നടത്താനും ലോകമെമ്പാടും ഞാൻ പോകും. സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നത് എന്നും തരൂർ പറയുന്നുണ്ട്. വോട്ട് ചെയ്ത ജനം തനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കൂടിയാണ് തന്നിരിക്കുന്നത്. കോൺഗ്രസിലെ മറ്റുള്ളവരും തൻ്റെ അതേ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു നേതാവിൻ്റെ അഭാവമുണ്ടെന്ന് നിരവധി പ്രവർത്തകർ കരുതുന്നുണ്ടെന്നും തരൂർ പറയുന്നു. LDF സർക്കാരിന്റെ വ്യവസായ രംഗത്തെ പുകഴ്ത്തി ലേഖനമെഴുതിയ വിവാദം കെട്ടടങ്ങും മുമ്പെയാണ് പുതിയ പരാമർശങ്ങളുമായി തരൂർ എത്തിയിരിക്കുന്നത്. അതേസമയം തരൂരിന്റെ നീക്കങ്ങൾ പാർട്ടിയെ ദുർബലപ്പെടുത്താനാണ് എന്നാണ് ACC വൃത്തങ്ങൾ പറയുന്നത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ശേഷമാണ് അദ്ദേഹത്തെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. തരൂരിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും തരൂരിനെ ആകെ കോൺഗ്രസിനകത്ത് മടുത്തിരിക്കുകയാണ്. ഇനി BJPയിലേക്കുള്ള കടന്നുകയറ്റത്തിന് അധികം താമസമില്ല എന്നാണ് വ്യക്തം. അതിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.